ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാമീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഇതൊരു അടിപൊളി മജ്ബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മല്ലിച്ചപ്പ്, പുതിന, ഒരു 5-6 സവാള, അതുപോലെ തന്നെ 5-6 ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 കിലോ ചിക്കന് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ചെറുനാരങ്ങ. നമ്മളിത് ഇപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണോ അത്ര അതിന് കണക്കാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വലിയ ചെമ്പിലാക്കുന്നുണ്ട്. ഒരു വലിയ ചെമ്പ് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി, പിന്നെ അതിൽ സ്പൈസസ് ആയിട്ട് കറുവപ്പട്ട, പിന്നെ പെപ്പർ, അങ്ങനെ 3-4 ഐറ്റംസ്. നമുക്ക് ബാക്കിയുള്ളതിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് മനസ്സിലായിക്കോ. നമുക്കിതെല്ലാം ഇട്ടിട്ട് നന്നായി ഉള്ളി വഴറ്റിയെടുക്കാം. നമ്മളിതിൽ നല്ലോണം സ്പൈസസ് എല്ലാം ഇടുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം സ്പൈസസ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിന് കണക്കായിട്ട് ഇട്ടാൽ മതി. ഇത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഇടണമെന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇടാം. പിന്നെ അതിലേക്ക് ഉപ്പിടാം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളി വഴറ്റാൻ വെച്ച സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഈ ചിക്കനിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് നമ്മളവിടെ ഒരു സൈഡിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ നേരത്തെ വഴറ്റാൻ വെച്ച ഉള്ളിയിലേക്ക് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച തക്കാളി, ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ട് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ വഴറ്റി വന്ന ആ മിക്സിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് റൈസ് വേവിച്ചെടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ കൂടെയാണ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ടൈം കൊണ്ട് നമ്മളവിടെ അരിയും വേവാൻ വെച്ച് ഇപ്പുറത്തുനിന്ന് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഉള്ളി ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് മുളക് പൊടിയും കൂടി എടുത്ത് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത്. സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റൈസ് തൊട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. റൈസ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ മജ്ബൂസിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.